ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ടപ്പോൾ കിരീടം സ്വന്തമാക്കിയ ആവേശത്തിലായിരുന്നു ഓരോ ഇന്ത്യക്കാരനും. പടക്കം പൊട്ടിച്ചും ജയ്ഹിന്ദ് മുഴക്കിയും രാജ്യസ്നേഹികൾ ഈ വിജയം ആഘോഷിച്ചപ്പോൾ ദേശവിരോധികൾ ആ ഹിന്ദു സഹോദരങ്ങളെ ആക്രമിക്കുകയാണുണ്ടായത്. ഭോപ്പാലിൽ നടന്ന ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് തന്നെ ജിഹാദികളുടെ ഇന്ത്യ വിരോധം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മധ്യപ്രദേശിലെ മോവിൽ ഇന്ത്യൻ വിജയം ആഘോഷിച്ചവർക്കെതിരെ ആക്രമണമുണ്ടായ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു വലിയ കൂട്ടം ജിഹാദി അക്രമികൾ റോഡിൽ തടിച്ചുകൂടുന്നത് കാണാൻ കഴിയും. വസ്ത്രങ്ങൾ കൊണ്ട് മുഖം മറച്ചെത്തിയ ആൾക്കൂട്ടം കയ്യിൽ വടികളുമായാണ് വന്നത്. ഒരു കൈയിൽ വടിവാളുമായി എത്തിയവർ മറുകൈയിൽ സൂക്ഷിച്ചിരുന്ന കല്ലുകൾ ആഘോഷ റാലിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നേരെ എറിയുന്നു. പിന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും അടുത്തേക്ക് നീങ്ങി വടികൊണ്ട് അവ തകർക്കാൻ തുടങ്ങുന്നു. കൂടുതൽ ആളുകൾ അവിടെ എത്തുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ നശിപ്പിക്കുകയും കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം നടന്നത്. ഇന്ത്യയുടെ വിജയത്തിന് ശേഷം 100-ലധികം യുവാക്കൾ ബൈക്കുകളിൽ യുവജന ജാഥ നടത്തുകയായിരുന്നു. ഇതിനിടയിൽ ഇവർ ഭാരത് മാതാ കി ജയ്, ജയ് ശ്രീറാം എന്നീ മുദ്രാവാക്യങ്ങളും മുഴക്കുകയുണ്ടായി. എന്നാൽ ജാഥ ജുമാ മസ്ജിദിന് സമീപം എത്തിയപ്പോൾ പടക്കം പൊട്ടിക്കുന്നതിനെ ചൊല്ലി ഇസ്ലാമിസ്റ്റുകൾ വഴക്കുണ്ടാക്കി. പിന്നാലെ ജാഥയിൽ പങ്കെടുത്തവരെ പിടികൂടി അടിക്കാൻ തുടങ്ങി. മുന്നിൽ നിന്ന് ചിലർ കല്ലെറിയാനും തുടങ്ങി. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ത്യക്കാരുടെ സന്തോഷം അതിപ്പോൾ എന്താണെങ്കിലും തങ്ങൾ അനുവദിച്ചു തരില്ല എന്ന് തന്നെയല്ലേ ജിഹാദികൾ വ്യക്തമാക്കുന്നത്? ഇതിപ്പോ തിരിച്ചായിരുന്നുവെങ്കിൽ വരില്ലേ മനുഷ്യാവകാശ സംഘടനകൾ? വരില്ലേ മൗലികാവകാശങ്ങളും പൊക്കിപ്പിടിച്ച് പ്രസ്ഥാനങ്ങൾ? ഇപ്പോൾ നടന്നില്ലേ? ഇതേക്കുറിച്ച് ഹിന്ദുക്കളോ ഹിന്ദു നേതാക്കളോ എന്തെങ്കിലും പറഞ്ഞാൽ അത് വർഗീയതയാകും. എന്നാൽ ഇതേക്കുറിച്ച് സംസാരിക്കാനായി ഒരു മാധ്യമങ്ങളും വാ തുറക്കില്ല. എന്താ അല്ലേ? ഹിന്ദുക്കളായാൽ എന്തെല്ലാം സഹിക്കണമെന്നാണ്.